മോർണിംഗ് എവരിവൺ. അപ്പം നമ്മളിന്ന് നമ്മുടെ സാംസൺ ടർക്കിയിലെ സാംസണിൽ നിന്നും ഞങ്ങൾ ജോർജിയയിൽ എങ്ങോട്ടാ പോണേ? ബത്ലഹേമിലേക്ക് യാത്ര തിരിക്കുകയാണ്. ഇവിടുന്ന് ഏതാണ്ട് എത്ര മൈൽ? 530 കിലോമീറ്റർ ഉണ്ട്. ഏതാണ്ട് 6-7 അവേഴ്സ് ഡ്രൈവ് ഉണ്ട്. അത് ഓൾമോസ്റ്റ് ബ്ലാക്ക് സീയുടെ തീരത്തോടെയാണ് ഈ യാത്ര മുഴുവൻ പോകുന്നത്. അതിനിടയ്ക്ക് ചെറിയ ടൗണൊക്കെ ഉണ്ടെന്നാണ് കാണിച്ചേക്കുന്നത്. ഓൾമോസ്റ്റ് ബ്ലാക്ക് സീയുടെ സൈഡിൽ കൂടെയാണ് മുഴുവൻ പോകുന്നത്. ഞങ്ങൾ ഓൺ ദ വേ ആണ്. ഓൺ ദ വേയിൽ ഒരു ചെറിയ ടൗണിൽ എത്തിയപ്പോൾ കണ്ട കാഴ്ചയാണ്. ഒരു മലയിൽ എഴുതിയിരിക്കുന്നതാണത്. എന്നത് ഈ ലെഫ്റ്റ് സൈഡ് മുഴുവൻ അങ്ങ് പോകുന്ന ലെഫ്റ്റ് സൈഡിൽ കൂടെ മുഴുവൻ നമ്മുടെ ബ്ലാക്ക് സീ ഒഴുകുന്ന വഴിയാണ്. ചെങ്കടൽ തീരത്തോടെയുള്ള യാത്ര. ഈ പോലീസുകാരൊന്ന് പോയിട്ട് അവർ നമ്മൾക്ക് എസ്കോർട്ടായിട്ട് ഇങ്ങനെ ഫ്രണ്ടിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. കുറേ മിനിറ്റ്സുകളായിട്ട്, ഒരു അരമണിക്കൂറായിട്ട് പുള്ളി തന്നെ നമ്മുടെ ഫ്രണ്ട് തന്നെ ഉണ്ട്. വണ്ടി കണ്ടിട്ടാണെന്ന് അറിയാൻ പാടില്ല, ഞങ്ങളെ വാച്ച് ചെയ്യുകയാണെന്ന് അറിയത്തില്ല, ഞങ്ങൾ അല്ലെങ്കിൽ എന്താണ് ഞങ്ങളെ നിരീക്ഷിക്കുകയാണോ എന്താണെന്നൊരു പിടിയും കിട്ടുന്നില്ല. വാട്ടവർ ഇവിടെ ഒരു ടണലുണ്ടായിരുന്നു. അപ്പോൾ ആ ടണൽ അവിടെ ക്ലോസ് ചെയ്തിരിക്കുന്ന കാരണം സൈഡിൽ കൂടെ ഒരു പഴയ റോഡ്, ഈ ടണൽ വരുന്നതിന് മുന്നേ ഉള്ള റോഡാണെന്ന് തോന്നുന്നു. അപ്പോൾ അത് ഓപ്പൺ ചെയ്തിട്ടിരിക്കുകയാണ്. നമ്മുടെ ഇത് ചിലപ്പോൾ ഇത് പഴയ ഒരു റോഡ് തന്നെ ആയിരിക്കാം, പുതിയ റോഡിന് പകരം. അപ്പം അത് എവിടെയാണ് നമ്മളൊന്ന് ചാടേണ്ട സ്ഥലം. ടണൽ ഓപ്പൺ ആയിരുന്നെങ്കിൽ ഇവിടെ ആയിരുന്നു തോന്നുന്നു ഓപ്പൺ ആകണം. നമ്മളിവിടെ വന്ന ടണൽ അവസാനിക്കുന്നത്. ഓക്കെ. അപ്പം മണ്ണിടിഞ്ഞ് വീണതിനെ തുടർന്ന്, മല ഇടിഞ്ഞ് വീണതിനെ തുടർന്ന് ആ വഴി ബ്ലോക്ക് ചെയ്തിരിക്കുന്നത് വെറുതെ അല്ല. ഓക്കെ, അപ്പോൾ അതാണ് കാരണം. അങ്ങനെ ഞങ്ങൾ ഇന്നത്തെ യാത്രയുടെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഞങ്ങൾ സാംസൺ, അതായത് എവിടെയാണിത്? ടർക്കിയിലെ അല്ലെങ്കിൽ ഏഷ്യൻ ടർക്കിയുടെ മറ്റൊരു സിറ്റിയായ സാംസണിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ ഈ കാണുന്നതാണ് ബ്ലാക്ക് സീ എന്നാണ് പറയുന്നത്. ബ്ലാക്ക് ബീച്ച് അല്ല, ബ്ലാക്ക് സീ. ബ്ലാക്ക് സീ എന്ന് പറയാൻ കാരണം വെച്ചാൽ പണ്ടത്തെ കാലത്ത് അല്ലെങ്കിൽ ഈ കടലിലെ വെള്ളത്തിൻ്റെ ആഴങ്ങളിൽ ഇതിൻ്റെ താഴ്ചയിലേക്ക് പോകുമ്പോഴത്തോറും ഇതിൻ്റെ വെള്ളത്തിന് ഭയങ്കര ഡാർക്കാണെന്നാണ് പറയുന്നത്. ഡാർക്ക് വെള്ളവും അടിഭാഗത്ത് ഡാർക്ക് വെള്ളവും, അതുപോലെ തന്നെ ഇവിടുത്തെ കാലാവസ്ഥ ഭയങ്കര മോശവുമാണ്. അതുകൊണ്ട് നാവികർക്കൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇവിടെ വരാനും ഇതിലൂടെ യാത്ര ചെയ്യാനും അവർക്കെല്ലാം ഭയങ്കര ഭയമായിരുന്നു. അതുകൊണ്ടാണ് ഇതിനെ ബ്ലാക്ക് സീ എന്ന് അറിയപ്പെടുന്നത്. കാരണം കപ്പലൊക്കെ ഓടിച്ച് പോകുമെന്ന് പറയുമ്പോൾ അതിൻ്റെ സേഫ്റ്റിനെസ് ഇല്ലാത്തത് കൊണ്ട് നാവികരെ സംബന്ധിച്ച് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരുന്നു ഈ കടലിലേക്ക് കപ്പൽ കൊണ്ടുവരാനും ഇതിലെ കൂടെ യാത്ര ചെയ്യാനും. അതുപോലെ ഈ ബ്ലാക്ക് സീയിൽ ജീവജാലങ്ങൾ അല്ലെങ്കിൽ മത്സ്യങ്ങളൊന്നും വളരില്ല എന്ന് പറയാൻ കാരണം വെച്ചാൽ അതിൻ്റെ ആഴങ്ങളിലേക്ക് പോകുന്നവരും ഇരുണ്ട വെള്ളം, ബ്ലാക്ക് വാട്ടർ, ഇരുണ്ട വാട്ടർ ആയതുകൊണ്ട് തന്നെ അവിടെ ഓക്സിജൻ ലെവൽ കുറവാണ്. അപ്പോൾ ഓക്സിജൻ ലെവൽ കുറവായതുകൊണ്ടാണ് ഇവിടെ ജീവജാലങ്ങളൊന്നും വളരാത്തത് എന്നുകൂടി ഞാൻ ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നു. അപ്പം ഇതുകൊണ്ടൊക്കെ തന്നെയാണ് ഇതിനെ ബ്ലാക്ക് സീ എന്ന് അറിയപ്പെടുന്നത്. ഇതിന് ചുറ്റുവട്ടമൊക്കെ വലിയൊരു ബീച്ചൊന്നും അല്ല, ചെറിയ ഒരു ഒതുങ്ങിയ ബീച്ചാണ്.
അധികം ജനങ്ങളൊന്നുമില്ല. ഇവിടെ നല്ല വീടുകൾ, നല്ല രസമുള്ള വീടുകളൊക്കെ ഉണ്ട് ചുറ്റും. പിന്നെ പുറമെ പിന്നെ മുകളിൽ നോക്കുമ്പം വെള്ളം നല്ല ക്ലിയർ വാട്ടറൊക്കെ ഉണ്ട്. ഇവിടെ നല്ലൊരു ബാർ അവിടെ ചെയ്തിട്ടുണ്ട്, റെസ്റ്റോറൻറ്റ് പോലെ. കടപ്പാലം, ഇത്രയും നേതൃത്വമുള്ള കടപ്പാലം ഇവിടെയുണ്ട്. ഇതിലൂടെ സഞ്ചരിച്ചാണ് നടന്ന് കാണത്തില്ല. അവിടുന്ന് കഴിച്ചിട്ട് ഇവിടെ വരുമ്പോഴത്തേനും മനുഷ്യൻ്റെ ഇടപാട് തീരും. കുട്ടികളൊക്കെ ഇതൊക്കെ ഓടിച്ചാടി നടക്കുന്നു. ഇത് നല്ലൊരു ഫാമിലിയായിട്ട് വന്നിരിക്കാനും ഫാമിലിയായിട്ട് എൻജോയ് ചെയ്യാനും പറ്റിയ നല്ലൊരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ഒത്തിരി കുട്ടികൾ ഇതിലൂടെയൊക്കെ ഓടി ചാടി നടക്കുന്നുണ്ട്. കുട്ടികൾക്കായിട്ട് ഒത്തിരി ഊഞ്ഞാലുകളും കളിപ്പാട്ടങ്ങളും കളിക്കോപ്പുകളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇന്ന് വൈകിട്ട് ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ട് കയറിയതാണ്. അലഞ്ഞു തിരിഞ്ഞ് ഇവിടെ എല്ലാം നടന്നു. ഞങ്ങൾക്ക് പല സ്ഥലത്തും പോയിട്ട് ഇസ്താംബുളിലൊന്നും ഞാൻ സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് ആർക്കും ഫുഡ് അധികം ഇഷ്ടപ്പെട്ടില്ല. എല്ലാവരും പറയുന്നത് ഭയങ്കര ചീപ്പാണ്, നല്ല ഫുഡെന്ന് പറഞ്ഞെങ്കിലും പലതും ഞങ്ങൾ ട്രൈ ചെയ്തു അല്ലേ. 3 ദിവസം ഞങ്ങൾ പലതും വെറൈറ്റി ട്രൈ ചെയ്തെങ്കിലും ആർക്കും ഒന്നും ഇഷ്ടപ്പെട്ടില്ല. ഒരു ദിവസം ഞങ്ങൾ ഇന്ത്യൻ ഫുഡ് റെസ്റ്റോറൻറ്റിൽ കയറി. അന്ന് ഞങ്ങൾക്ക് വലിയ കുഴപ്പമില്ലാതെ നല്ല ഫുഡ് കിട്ടി. അപ്പോൾ ഇന്ന് ഞങ്ങളിങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നല്ലൊരു ഞങ്ങളുടെ താമസിക്കുന്നതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരിടത്ത് കയറി. അപ്പം അതിൻ്റെ ചെറിയൊരു അനുഭവം ഞങ്ങൾ നിങ്ങൾ പങ്കുവെച്ചില്ലെങ്കിൽ ഞങ്ങൾക്ക് അതൊരു കുറ്റബോധമാവും. അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യാൻ തീരുന്നത്. ഇന്നത്തെ ഫുഡൊക്കെ ഉണ്ടായിരുന്നു അടിപൊളി. അതിന് പറയാൻ കാരണം എന്താ, ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ ഹോട്ടലിൽ വരുന്ന മേഴ്സിൻലി സിഗേഴ്സി ആപ്പോ എന്തോ ഓക്കെ പറയാനുള്ള കാരണം ഡിഫറൻ്റ് ആയ സലാഡ്സ് ഫ്രീ ആയിട്ട് കൊണ്ട് തരുന്നു. ആ കൂടെ ഗോതമ്പ് കഞ്ഞി, ഇഷ്ടംപോലെ സാലഡ്, റൊമാലി റൊട്ടി, പിന്നെ ഇവരുടെ ടർക്കി സ്റ്റീ. അത് കഴിഞ്ഞ് നമ്മൾ 2 പോർഷൻ കബാബേ ഓർഡർ ചെയ്തുള്ളൂ. അതെ, അത് 2 പോർഷൻ കബാബ്, 1 പോർഷൻ കബാബിന്റെ. അത് സത്യം പറഞ്ഞാൽ ആ ഫ്രീ കിട്ടിയ ഫുഡ് എന്ന് പറഞ്ഞാൽ അത് മാത്രം മതി എന്നല്ലേ കഴിക്കാൻ. 8 ഐറ്റംസ് സാലഡ് കൂട്ടി, ഇൻക്ലൂഡിങ് സാലഡ്, പിന്നെ റുമാൽ റൊട്ടി, പിന്നെ അതിന് നമ്മുടെ കട്ട്ലേറ്റ് പോലത്തെ സാധനം ഉണ്ടായിരുന്നു. അതിന് പേര് ചെയ്യാൻ പാടില്ല. ആ കോഫ്റ്റ എന്ന സാധനം എൻ്റെ പൊന്നോ, അതെല്ലാം ടേസ്റ്റ്. അതൊക്കെ ഈ സാധനം ഇതെല്ലാം ശരിക്കും ഭയങ്കര ഫ്രീ, അതൊക്കെ ഫ്രീ ആയിരുന്നു. അതായത് ആ ഫ്രീ ഫുഡ് അത് മാത്രം മതിയായിരുന്നു, ഫ്രീ ഫുഡ് മാത്രം മതിയായിരുന്നു നമ്മുടെ നടക്കാനായിട്ട്. അതെ, അപ്പോൾ ചോദിച്ചപ്പോൾ പറഞ്ഞു ഞങ്ങൾ ഇവിടെ എന്നും ഇങ്ങനെയാന്ന് പറഞ്ഞു. അവരുടെ ട്രീറ്റാന്ന് പറഞ്ഞു. ആ അത്രയും സ്റ്റാർട്ടർ അത് ഒരു റെസ്റ്റോറൻറ്റിലും എനിക്ക് തോന്നുന്നില്ല കാണാൻ കഴിയുമെന്നുള്ള. ഇവിടെ വേൾഡിൽ എവിടെ പോയാൽ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ അവർ പറഞ്ഞല്ല അവരുടെ സിസ്റ്റം ഇങ്ങനെയാണ്, അവരെല്ലാ ദിവസവും ഇങ്ങനെയാന്ന് പറഞ്ഞു, ഡെയിലി ഇതാന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ഭയങ്കര അനുഭവമായി പോയി. അപ്പോൾ ഞങ്ങളിത് എല്ലാവരും ശ്രദ്ധിക്കുക. അതെ, അപ്പോൾ സാംസങ്ങിൽ ആരെങ്കിലും വരുന്നവരുണ്ടെങ്കിൽ ഈ റെസ്റ്റോറൻറ്റ് തപ്പുക. നല്ല ഫുഡ് കിട്ടുകയും ചെയ്യും, അടിപൊളി ഫുഡ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഫുഡ് കുശാലായിരുന്നു, ഞങ്ങളെല്ലാം ഹാപ്പിയാണ്. അപ്പം എല്ലാവരും ഗുഡ് നൈറ്റ്.